Hey everyone, welcome back to my channel. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചില്ലി പൊട്ടാറ്റോ ആണ്. ഇത് വളരെ ഡിലീഷ്യസ് ആയിട്ടുള്ള ഒരു സ്റ്റാർട്ടർ ആണ്. അപ്പോൾ നമുക്ക് ചില്ലി പൊട്ടാറ്റോസ് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഒരു മിക്സിംഗ് ബൗളിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്ന പൊട്ടാറ്റോസ് ആഡ് ചെയ്യാം. എന്നിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കുറച്ച് സോൾട്ടും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടത് മിക്സ് ചെയ്യാം. അടുത്തതായിട്ട് ഈ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന പൊട്ടാറ്റോസ് നമുക്ക് ഡീപ്പ് ഫ്രൈ ചെയ്യാം. അതിനുവേണ്ടി ഒരു പാൻ ചൂടാക്കിയിട്ട് അതിനകത്തേക്ക് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിനകത്ത് നമുക്ക് ഈ പൊട്ടാറ്റോസ് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് നല്ലൊരു ഗോൾഡൻ കളറായിട്ട് വരണം, അതേപോലെ തന്നെ നല്ല ക്രിസ്പായിട്ടും വരണം. അതുപോലെ ഗോൾഡൻ കളറിലാണ് വരേണ്ടത്. നല്ല ക്രിസ്പി ക്രഞ്ചി ആയിട്ട് ഇരിക്കണം. അടുത്തതായിട്ട് ഒരു പാനോ വോക്കോ എടുത്തിട്ട് നന്നായിട്ട് ഹീറ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് ഒരു 2 to 3 ടേബിൾ സ്പൂൺസ് വെജിറ്റബിൾ ഓയിൽ ഒഴിക്കാം. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് നമുക്ക് ഈ ഗാർലിക് ഇട്ടിട്ട് സോട്ട് ചെയ്യാം. ഗാർലിക് ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ സോട്ട് ചെയ്യണം. അത് കഴിയുമ്പോൾ അതിലേക്ക് ഗ്രീൻ ചില്ലി അതേപോലെ തന്നെ ജിഞ്ചറും കൂടി ആഡ് ചെയ്ത് സോട്ട് ചെയ്യാം. ഇനി ഒനിയൻ റിങ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ക്യാപ്സിക്കം ആഡ് ചെയ്യാം. 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടീസ്പൂൺ സോയ് സോസ് ആഡ് ചെയ്യാം. ഇനി ഒരു അല്പം പഞ്ചസാര, ഒരു 1/4 ടീസ്പൂൺ. ഇത് ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഇടുന്നതാണ്. ഇത് അധികം ചേർക്കരുത്, ഒരു 1/4 ടീസ്പൂൺ മതി. 1 ടീസ്പൂൺ വിനിഗർ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ ചില്ലി സോസും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അടുത്തതായിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന പൊട്ടാറ്റോസ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഏറ്റവും ലാസ്റ്റായിട്ട് നമുക്കതിനകത്തേക്ക് നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്ന സ്പ്രിംഗ് ഒണിയൻസ് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് അത്രയേ ഉള്ളൂ. നമ്മുടെ വളരെ ഡിലീഷ്യസ് ആയിട്ടുള്ള ചില്ലി പൊട്ടാറ്റോസ് റെഡി ആയിട്ടുണ്ട്. ഇത് സ്റ്റാർട്ടേഴ്സായിട്ട് യൂസ് ചെയ്യാം. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിപ്പിക്കുക. താങ്ക് യു.